scholarship jacket. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. ഞാൻ പഠിച്ചിരുന്ന ടെക്സാസിലെ ചെറിയ സ്കൂളിൽ വർഷം തോറും 8ാം ക്ലാസ് പൂർത്തിയാക്കുന്നവർക്കായി പിന്തുടർന്നു വന്നിരുന്ന ഒരു പാരമ്പര്യ ചടങ്ങ് ഉണ്ടായിരുന്നു. 8 വർഷവും ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിപ്പോരുന്ന കുട്ടിക്ക് സ്വർണവും പച്ചയും കലർന്ന നിറത്തിലുള്ള ഒരു ജാക്കറ്റ് സമ്മാനിക്കുക എന്നതായിരുന്നു അത്. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ മുൻഭാഗത്ത് ഇടതുവശത്തായി സ്വർണം കൊണ്ടുള്ള ഒരു വലിയ എസും പോക്കറ്റിൽ നിങ്ങളുടെ പേര് സ്വർണ്ണ അക്ഷരത്തിൽ ആലേഖനം ചെയ്തതും ഉണ്ടാകുമായിരുന്നു. My oldest sister Rosie had won the jacket a few years back and I fully expected to also. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി റോസി വർഷങ്ങൾക്ക് മുൻപ് ആ ജാക്കറ്റ് സ്വന്തമാക്കിയിരുന്നു. ഞാനും അത് പൂർണ്ണമായും ആഗ്രഹിച്ചിരുന്നു. I was 14 and in the 8th grade. 14 വയസ്സുണ്ടായിരുന്ന ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. 1ാം ക്ലാസ് മുതൽ തുടർച്ചയായി എ നിലവാരം പുലർത്തിപ്പോന്ന ഞാൻ ആ ജാക്കറ്റ് സ്വന്തമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. My father was a farm laborer who couldn't earn enough money to feed 8 children. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന എൻ്റെ പിതാവിന് 8 മക്കളെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ പണം കണ്ടെത്താനായിരുന്നില്ല. So when I was 6, I was given to my grandparents to raise. അതുകൊണ്ട് 6 വയസ്സായപ്പോൾ എന്നെ വളർത്താനായി മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഏൽപ്പിച്ചു. We couldn't participate in sports at school because there were registration fees, uniform costs, and trips out of town. So even though our family was quite agile and athletic, there would never be a school sports jacket for us. രജിസ്ട്രേഷൻ ഫീസും യൂണിഫോമിൻ്റെ ചെലവും നഗരത്തിന് പുറത്തേക്കുള്ള യാത്രയും ഉണ്ടായിരുന്നതിനാൽ സ്കൂളിലെ കായിക പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ചുറുചുറുക്കുള്ളവരും ബലിഷ്ഠകായരും ആയിരുന്നുവെങ്കിലും ഞങ്ങൾക്കൊരു സ്പോർട്സ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. Thus one, the scholarship jacket was our only chance. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക സാധ്യത. In May, close to graduation, a spring fever had struck as usual with a vengeance. മെയ് മാസത്തിൽ കോഴ്സ് പൂർത്തിയാകാറായ സമയത്ത് സ്പ്രിംഗ് ഫീവർ, വസന്ത കാലാഗമനത്തിൽ പിടിപെടുന്ന കടുത്ത അസ്വസ്ഥത പതിവിലും കൂടുതൽ തീവ്രതയോടെ ആഞ്ഞടിച്ചു. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. ആരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചതേയില്ല. പകരം അവസാനം ഏതാനും ആഴ്ചകളിലെ ക്ലാസ്സുകൾ വേഗം തീരണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയും അല്ലെങ്കിൽ പരസ്പരം നോക്കിയും കഴിച്ചുകൂട്ടി. I despaired every time I looked in the mirror. കണ്ണാടിയിൽ നോക്കിയപ്പോഴൊക്കെ ഞാൻ നിരാശപ്പെട്ടു. പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവെയർ. ഒരു ശരീരവടിവുമില്ലാത്ത, പെൻസിൽ പോലെ മെലിഞ്ഞവൾ. I was called a bean pole and string bean and I knew that's what I looked like. എലുമ്പി, മെലിഞ്ഞവൾ എന്നും
വള്ളി എന്നും ഞാൻ വിളിക്കപ്പെട്ടിരുന്നു. ഞാൻ കാഴ്ചയിൽ അതുപോലെ തന്നെ ആയിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. I was called Beanpole and String Bean, and I knew that's what I looked like. That really wasn't much for a 14-year-old to work with, I thought as I absent-mindedly wandered from my history class to the gym. യഥാർത്ഥത്തിൽ ഒരു 14 വയസ്സുകാരിക്ക് ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് എൻ്റെ ചരിത്ര ക്ലാസ്സിൽ നിന്ന് ജിമ്മിലേക്ക് അലക്ഷ്യമായി നടക്കുന്നതിനിടയിൽ ഞാൻ ചിന്തിച്ചു. Another hour of sweating in basketball and displaying my toothpick legs was coming up. ബാസ്കറ്റ്ബോൾ കളിച്ച് വിയർക്കാനും പല്ലുകുത്തി പോലുള്ള എൻ്റെ കാലുകൾ പ്രദർശിപ്പിക്കാനുമുള്ള 1 മണിക്കൂർ കൂടി വരികയായിരുന്നു. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. കായിക പരിശീലന സമയത്തു ധരിക്കേണ്ട എൻ്റെ ഷോർട്സ് എൻ്റെ ഡെസ്കിനടിയിലുള്ള ബാഗിൽ മറന്നു വച്ചിരിക്കുകയാണല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത്. I had to walk all the way back and get them. അത്രയും ദൂരം തിരികെ നടന്ന് അത് എടുക്കണമായിരുന്നു. Coach Thompson was a real bear if someone wasn't dressed for PE. She had said I was a good forward and even tried to talk grandma into letting me join the team once. പരിശീലനത്തിനുള്ള വസ്ത്രം ധരിക്കാതെ വരുന്നവരോട് ഞങ്ങളുടെ പരിശീലക തോംസൺ ശരിക്കും ഒരു മുരട്ടു സ്വഭാവക്കാരി തന്നെയായിരുന്നു. ഞാൻ നല്ലൊരു ഫോർവേഡ് ആണെന്നും എന്നെ ടീമിൽ ചേരാൻ അനുവദിക്കണമെന്നും മുത്തശ്ശിയോട് പറയാൻ അവർ ഒരിക്കൽ ശ്രമിച്ചിരുന്നു. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മാ സെഡ് നോ. എന്നാൽ മുത്തശ്ശി തീർച്ചയായും അതിന് സമ്മതിച്ചില്ല. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. ഞാൻ ക്ലാസ് മുറിയുടെ വാതിലിനടുത്തെത്തിയപ്പോൾ ഏതോ വാഗ്വാദത്തിൻ്റേതെന്ന പോലെ ദേഷ്യത്തോടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു ഞാൻ നിന്നു. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ സംശയിച്ചു നിന്നു. I needed those shorts and I was going to be late, but I didn't want to interrupt an argument between my teachers. എനിക്ക് ആ ഷോർട്സ് വേണമായിരുന്നു. ഞാൻ വൈകുകയായിരുന്നു. എന്നാലും എൻ്റെ അധ്യാപകർ തമ്മിലുള്ള തർക്കം തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. I recognized the voices. Mr. Schmidt, my history teacher, and Mr. Boone, my math teacher. They seemed to be arguing about me. ശബ്ദങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ചരിത്ര അധ്യാപകൻ മിസ്റ്റർ ഷ്മീറ്റ്, ഗണിതശാസ്ത്ര അധ്യാപകൻ മിസ്റ്റർ ബൂൺ, അവർ എന്നെക്കുറിച്ചാണ് തർക്കിക്കുന്നതെന്ന് തോന്നി. They seemed to be arguing about me. I couldn't believe it. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend in with the graffiti written there. ആ ഭിത്തിയിലെ ചിത്രങ്ങളോട് ഒട്ടിച്ചു ചേർത്ത് എന്നെ പ്രതിഷ്ഠിക്കാൻ ഞാൻ സ്വയം ശ്രമിക്കുന്നത് പോലെയുള്ള ആ ഞെട്ടിക്കുന്ന അനുഭവം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. അത് ഞാൻ സമ്മതിക്കുന്നു. അവളുടെ അച്ഛൻ ആരാണെന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. അവളുടെ ഗ്രേഡിന് മാർത്തായുടെ ഗ്രേഡിനോട് താരതമ്യം ചെയ്യാൻ പോലും അർഹതയില്ല. I won't lie or falsified records. Martha has a straight up plus average and you know it. ഞാൻ കള്ളം പറയുകയോ വ്യാജരേഖകൾ ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല. മാർത്തായ്ക്ക് തുടർച്ചയായ A+ ആവറേജ് ഉണ്ട്.
അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. That was Mr. Schmidt and he sounded very angry. മിസ്റ്റർ ഷ്മിറ്റ് ആയിരുന്നു അത്. അദ്ദേഹം വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നി. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം. എന്നാൽ മിസ്റ്റർ ബൂണിൻ്റെ ശബ്ദം ശാന്തവും സൗമ്യവുമായിരുന്നു. കാം ആൻഡ് ക്വയറ്റ്. ലുക്ക് അറ്റ് ജോവാൻസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. നോക്കൂ, ജോവാൻ്റെ പിതാവ് ബോർഡിൽ ഉണ്ടെന്ന് മാത്രമല്ല, പട്ടണത്തിലെ ഏക പ്രമുഖ വ്യാപാരശാലയുടെ ഉടമയും അദ്ദേഹമാണ്. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. അവരുടെ മാർക്കുകൾ ഏതാണ്ട് തുല്യമാണെന്ന് നമുക്ക് പറയാനാകും. ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡൗൺഡ് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദെയർ ഫിൽറ്റേർഡ് ത്രൂ. എൻ്റെ ചെവികൾക്കുള്ളിലെ മുഴക്കം ശേഷിച്ച വാക്കുകൾ മുക്കിക്കളഞ്ഞു. ഏതാനും വാക്കുകൾ മാത്രം അരിച്ചെത്തി. മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വണ്ട്, ഡു ഇറ്റ്. മിസ്റ്റർ സ്മിത്ത് came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. മാർത്ത മെക്സിക്കോക്കാരിയാണ്, രാജിവെക്കുക, അത് ചെയ്യരുത്. മിസ്റ്റർ ഷ്മിറ്റ് തിരക്കിട്ട് പുറത്തേക്ക് വന്നു. എൻ്റെ ഭാഗ്യത്തിന് എതിർവശത്തുള്ള ഓഡിറ്റോറിയത്തിലേക്കുള്ള വഴിക്കാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടില്ല. സോ ഹി ഡിഡ്ന്റ് സീ മീ. Shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. വിറയലോടെ ഏതാനും മിനിറ്റ് കൂടി അവിടെ നിന്ന ശേഷം മുറിയിലേക്ക് കടന്ന് എൻ്റെ ബാഗ് വലിച്ചെടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് and I came in but didn't say anything. To this day, I don't remember if I got in trouble in PE. ഞാൻ അകത്ത് കടന്നപ്പോൾ മിസ്റ്റർ ബൂൺ മുഖമുയർത്തി നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. കായിക പരിശീലനത്തിന് വൈകിയെത്തിയതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? For being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. ഉച്ച കഴിഞ്ഞുള്ള സമയം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു? ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം വരെ എനിക്ക് ഓർക്കാനാകുന്നില്ല. അതീവ ദുഃഖിതയായി ഞാൻ വീട്ടിലേക്ക് പോയി. I went home very sad and cried into my pillow. അന്ന് രാത്രി തലയണയിൽ മുഖമമർത്തി കരഞ്ഞതു കാരണം മുത്തശ്ശി കേട്ടില്ല. ഗ്രാൻഡ് മദർ വുഡിൻറ്റ് ഹിയർ മീ. ഇറ്റ് സീംഡ് a cruel coincidence that I had overheard that conversation. ഞാൻ ആ സംഭാഷണം മറഞ്ഞു നിന്ന് കേൾക്കാനിടയായത് ക്രൂരമായ ഒരു യാദൃച്ഛികതയായിട്ടാണ് എനിക്ക് തോന്നിയത്. The next day when the principal called me into his office, I knew that it would be about. അടുത്ത ദിവസം പ്രിൻസിപ്പലിനെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അത് എന്തിനാണെന്ന് എനിക്കറിയാമായിരുന്നു. He looked uncomfortable and unhappy. അദ്ദേഹം അസ്വസ്ഥനും ദുഃഖിതനുമായിട്ടാണ് കാണപ്പെട്ടത്. I decided I wasn't going to make it any easier for him, so I looked him straight in the eyes. ഞാനായിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ലളിതമാക്കി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. So I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. പക്ഷേ അദ്ദേഹം ദൂരേക്ക് നോക്കി മേശയിൽ വച്ചിരുന്ന കടലാസുകളിൽ തെരുപ്പിടിച്ചു കൊണ്ടിരുന്നു. Martha, he said, there has been a change in policy this year regarding the scholarship jacket. അദ്ദേഹം പറഞ്ഞു, മാർത്ത, ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു നയവ്യത്യാസമുണ്ട്. നിനക്കറിയാവുന്നതുപോലെ അത് എന്നും സൗജന്യമായിരുന്നു. ആസ് യു നോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. നിനക്കറിയാവുന്നതുപോലെ അതെന്നും സൗജന്യമായിരുന്നു. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. തൊണ്ട ശരിയാക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. This year the board has decided to charge $15, which is still won't cover the complete cost of the jacket. ഈ വർഷം ജാക്കറ്റിന് $15 വിലയിടാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ മുഴുവൻ വിലയാവുകയില്ലെങ്കിൽ പോലും
I stared at him in shock and a small sound of dismay escaped my throat. ഒരു ഞെട്ടലോടെ ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. അന്താളിപ്പിൻ്റെ ഒരു ചെറു സ്വരം എൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നു. I hadn't expected this. He still avoided looking in my eyes. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴും അദ്ദേഹം എൻ്റെ കണ്ണുകളിൽ നോക്കുന്നത് ഒഴിവാക്കി. So if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. നിനക്ക് $15 അടയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് റാങ്ക് പട്ടികയിൽ അടുത്ത ആൾക്ക് നൽകും. അതാരെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. I didn't need to ask who that was. Standing with all the dignity I could muster, I said, I'll speak to my grandfather about it, sir, and let you know tomorrow. കഴിയുന്നത്ര കുലീനത സമാഹരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മുത്തച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് നാളെ സാറിനെ അറിയിക്കാം. I cried on the walk home from the bus stop. ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ കരഞ്ഞു. The dirt road was a quarter mile from the highway. മണ്ണ് റോഡിന് ഹൈവേയിൽ നിന്ന് 1/4 മൈലോളം ദൂരമുണ്ടായിരുന്നു. So by the time I got home, my eyes were red and puffy. വീട്ടിലെത്തിയ സമയം കൊണ്ട് എൻ്റെ കണ്ണുകൾ ചുവന്നു വീർത്തിരുന്നു. Where is Grandpa? I asked Grandma, looking down at the floor so she wouldn't ask me why I had been crying. കരഞ്ഞത് എന്തിനാണെന്ന് മുത്തശ്ശി ചോദിക്കാതിരിക്കാൻ വേണ്ടി തറയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു, മുത്തച്ഛൻ എവിടെ? She was sewing on a quilt as usual and didn't look up. അവർ പതിവ് പോലെ ഒരു ചെറിയ മെത്തയിലിരുന്ന് എന്തോ തുന്നുകയായിരുന്നു. അവർ എൻ്റെ നേരെ നോക്കിയില്ല. I think he is out back working in the bean field. അദ്ദേഹം വീടിന് പുറകിലുള്ള ബീൻസ് തോട്ടത്തിൽ പണിയിലാണെന്ന് തോന്നുന്നു. I went outside and looked out at the fields. ഞാൻ പുറത്തിറങ്ങി തോട്ടത്തിലേക്ക് നോക്കി. There he was. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. I could see him walking between the rows, his body bent over the little plants, hoe in hand. അദ്ദേഹം കയ്യിൽ ഒരു കൈക്കോട്ടുമായി ചെറു ചെടികളുടെ നിരക്കിടയിലൂടെ കുനിഞ്ഞു നടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എങ്ങനെയാണ്? I walked slowly out to him, trying to think how I could best ask him for the money. എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തോട് പണം ആവശ്യപ്പെടേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, but I didn't appreciate it. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ മെസ്ക്വിറ്റ് പഴത്തിൻ്റെ സുഗന്ധവും. പക്ഷേ എനിക്കത് ആസ്വദിക്കാനായില്ല. I kicked at a dirt cloud. ഞാൻ മൺകട്ടയ്ക്ക് ഒരു തട്ട് കൊടുത്തു. I wanted that jacket so much. എനിക്ക് ആ ജാക്കറ്റ് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. അത് കേവലം ഒരു പ്രതിഭാ പുരസ്കാര രാവിലെ കൃതജ്ഞതാ പ്രസംഗത്തിനും അപ്പുറമുള്ളതായിരുന്നു. It represented 8 years of hard work and expectation. 8 വർഷത്തെ കഠിനാധ്വാനത്തെയും പ്രതീക്ഷയെയും പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. മുത്തച്ഛനോടെല്ലാം സത്യസന്ധമായി പറയണമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അതായിരുന്നു എൻ്റെ ഒരേ ഒരു സാധ്യത. എൻ്റെ നിഴൽ കണ്ട് അദ്ദേഹം കണ്ണുകൾ ഉയർത്തി. I knew I had to be honest with Grandpa. എല്ലാം മുത്തച്ഛനോട് സത്യസന്ധമായി പറയണമെന്ന് എനിക്കറിയാമായിരുന്നു. It was my only chance. അതായിരുന്നു എൻ്റെ ഒരേ ഒരു സാധ്യത. He saw my shadow and looked up.
എൻ്റെ നിഴൽ കണ്ട് അദ്ദേഹം കണ്ണുകൾ ഉയർത്തി. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. ഞാൻ സംസാരിക്കാനായി അദ്ദേഹം കാത്തുനിന്നു. I cleared my throat nervously and clasped my hands behind my back so he wouldn't see them shaking. എൻ്റെ കൈകൾ വിറയ്ക്കുന്നത് മുത്തച്ഛൻ കാണാതിരിക്കാൻ വേണ്ടി പുറകിൽ കെട്ടി. അല്പം പരിഭ്രമത്തോടെ തൊണ്ട ശരിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, Grandpa, I have a big favor to ask you. I said in Spanish, the only language he knew. മുത്തച്ഛ, എനിക്ക് ഒരു വലിയ സഹായം ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്ന ഒരേ ഒരു ഭാഷയായ സ്പാനിഷിലാണ് ഞാൻ സംസാരിച്ചത്. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. അദ്ദേഹം അപ്പോഴും നിശബ്ദനായി കാത്തുനിന്നു. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും ശ്രമിച്ചു നോക്കി. ഗ്രാൻഡ്പാ, this year the principal said the scholarship jacket is not going to be free. മുത്തച്ഛ, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് സൗജന്യമായിരിക്കില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. It's going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. അതിന് $15 വിലയാകും. എനിക്ക് പണം നാളെ തന്നെ അടയ്ക്കണം, അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും നൽകും. അവസാന വാക്കുകൾ വളരെ ആവേശത്തിലാണ് പുറത്തു വന്നത്. The last words came out in an eager rush. അവസാന വാക്കുകൾ വളരെ ആവേശത്തിലാണ് പുറത്തു വന്നത്. Grandpa straightened up tiredly and leaned his thin chin on the hoe handle. അദ്ദേഹം ക്ഷീണത്തോടെ നിവർന്നു നിന്നു, കൈക്കോട്ടിൻ്റെ പിടിയിൽ താടിയമർത്തി. He looked out over the field that was filled with the tiny green bean plants. ഇളം ബീൻസ് ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തിന് മുകളിലൂടെ കണ്ണോടിച്ചു. I waited desperately, hoping he would say, I could have the money. പണം തരാമെന്ന് അദ്ദേഹം പറയുമെന്ന് അതിയായി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കാത്തുനിന്നു. He turned to me and asked quietly, what does a scholarship jacket mean? തിരിഞ്ഞു നിന്ന് അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? I answered quickly, maybe there was a chance. എന്തെങ്കിലും ഒരു നല്ല സാധ്യതയുണ്ടാകുമെന്ന് കരുതി പെട്ടെന്ന് മറുപടി പറഞ്ഞു. It means you have earned it by having the highest grades for 8 years. And that's why they are giving it to you. അതിനർത്ഥം 8 വർഷമായി ഉയർന്ന ഗ്രേഡ് സമ്പാദിക്കുന്നവർ നേടുന്നതാണ് അത്. Too late I realized the significance of my words. അതുകൊണ്ടാണ് അവർ അത് നിങ്ങൾക്ക് നൽകുന്നത്. വളരെ വൈകിയാണ് എൻ്റെ വാക്കുകളുടെ ഗൗരവം എനിക്ക് മനസ്സിലായത്. Too late I realized the significance of my words. Grandpa knew that I understood it was not a matter of money. ഇത് പണത്തെ സംബന്ധിക്കുന്ന കാര്യം മാത്രമായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് മുത്തച്ഛന് ബോധ്യമായി. It wasn't that. അതങ്ങനെ ആയിരുന്നില്ല താനും. He went back to hoeing the weeds that sprang up between the delicate little bean plants. ഇളം ബീൻസ് ചെടികൾക്കിടയിലുള്ള കളകളെ കൈക്കോട്ടുകൊണ്ട് നീക്കം ചെയ്യുന്ന പണിയിലേക്ക് അദ്ദേഹം മടങ്ങി. It was a time-consuming job. Sometimes the small shoots were right next to each other. ചിലപ്പോൾ ഇളം തണ്ടുകൾ വളരെ അടുത്തടുത്ത് നിന്നിരുന്നതിനാൽ ഇത് വളരെ സമയം വേണ്ടിവരുന്ന ഒരു ജോലിയായിരുന്നു. Finally he spoke again as I turned to leave crying. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും സംസാരിച്ചു. Then if you pay for it, Martha, it's not a scholarship jacket, is it? Tell your principal I will not pay the $15. മാർത്ത, നീ അതിന് പണമടയ്ക്കുകയാണെങ്കിൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകുകയില്ല. ആകുമോ? ഞാൻ ആ $15 അടയ്ക്കുന്നില്ലെന്ന് പ്രിൻസിപ്പലിനോട് പറയൂ. I walked back to the house and locked myself in the bathroom for a long time. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. വീട്ടിലെത്തി കുളിമുറിയിൽ കയറി കതകടച്ചേറെ നേരമിരുന്നു. I was angry with grandfather even though I knew he was right. And I was angry with the board, whoever they were. മുത്തച്ഛൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും എനിക്ക് മുത്തച്ഛനോട് ദേഷ്യം തോന്നി.
എനിക്ക് ബോർഡിലെ അംഗങ്ങളോടും ദേഷ്യം തോന്നി. അവർ ആരൊക്കെ ആയിരുന്നെങ്കിലും ജാക്കറ്റ് നേടേണ്ട ഊഴം എൻ്റേതായപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് നിയമം മാറ്റേണ്ടി വന്നത്? Why did they have to change the rules just when it was my turn to win the jacket? അവർ ആരൊക്കെ ആയിരുന്നെങ്കിലും ജാക്കറ്റ് നേടേണ്ട ഊഴം എൻ്റേതായപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് നിയമം മാറ്റേണ്ടി വന്നത്? Those were the days of belief and innocence. വിശ്വാസത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ദിവസങ്ങളായിരുന്നു അവ. It was a very sad and withdrawn girl who dragged into the principal's office the next day. അടുത്ത ദിവസം ദുഃഖിതയും വിഷണ്ണയുമായ ഒരു പെൺകുട്ടിയാണ് പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് സാവധാനം കടന്നു ചെന്നത്. This time he did look me in the eyes. ഇത്തവണ അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക തന്നെ ചെയ്തു. What did your grandfather say? നിന്റെ മുത്തച്ഛൻ എന്തു പറഞ്ഞു? I sat very straight in my chair. ഞാൻ എൻ്റെ കസേരയിൽ നന്നേ നിവർന്നിരുന്നു. He said to tell you he won't pay the $15. $15 അടയ്ക്കുകയില്ല എന്ന് അങ്ങയെ അറിയിക്കാൻ അദ്ദേഹം പറഞ്ഞു. The principal muttered something I couldn't understand under his breath and walked over to the window. എനിക്ക് കേൾക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം എന്തോ പിറുപിറുത്തുകൊണ്ട് ജനലിനടുത്തേക്ക് നടന്നു. He stood looking at something outside. വെളിയിലുള്ള എന്തിലൊക്കെയോ നോക്കിക്കൊണ്ട് അദ്ദേഹം നിന്നു. He looked bigger than usual when he stood up. He was a tall, gaunt man with grey hair. Yet I watched the back of his head while I waited for him to speak. അപ്പോൾ അദ്ദേഹം പതിവിലും കൂടുതൽ വലുതായതുപോലെ കാണപ്പെട്ടു. അദ്ദേഹം നല്ല ഉയരമുള്ള, മെലിഞ്ഞ, നരച്ച മുടിയുള്ള ആളായിരുന്നു. അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി കാത്തു നിന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗം നിരീക്ഷിക്കുകയായിരുന്നു. Why? He finally asked. എന്തുകൊണ്ട്? ഒടുവിൽ അദ്ദേഹം ചോദിച്ചു. Your grandfather has the money. നിന്റെ മുത്തച്ഛൻ്റെ കയ്യിൽ അത്രയും പണമുണ്ടല്ലോ. He owns a 200-acre ranch. 200 ഏക്കർ വരുന്ന കൃഷിയിടം അദ്ദേഹത്തിന് സ്വന്തമായുണ്ടല്ലോ. I looked at him, forcing my eyes to stay dry. എന്തുകൊണ്ട്? കണ്ണു നനയാതിരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നേരെ നോക്കി. I know, sir. But he said if I had to pay for it, then it wouldn't be a scholarship jacket. എനിക്കറിയാം സർ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിനുവേണ്ടി പണമടയ്ക്കേണ്ടി വന്നാൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകുകയില്ല എന്നാണ്. I stood up to leave. ഞാൻ പോകാനായി എണീറ്റു. I guess you will just have to give it to Jovan. I hadn't meant to say that, it had just slipped out. ഞാൻ പോകാനായി എണീറ്റു. എനിക്ക് തോന്നുന്നത് സാർ അത് ജോവാനു തന്നെ കൊടുക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നല്ല. വായിൽ നിന്ന് ഊർന്നു വീണു പോയതായിരുന്നു. I hadn't meant to say that, it had just slipped out. I was almost to the door when he stopped me. Martha, wait. ഞാൻ ഏതാണ്ട് കതകിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നെ തടഞ്ഞു. മാർത്ത, നിൽക്കൂ. I turned and looked at him, waiting. ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി കാത്തു നിന്നു. What did he want now? I could feel my heart pounding loudly in my chest. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താണ് വേണ്ടിയിരുന്നത്? നെഞ്ചിനുള്ളിൽ ശക്തിയായി ഇടിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. Something bitter and wild tasting was coming up in my mouth. I was afraid I was going to be sick. കയ്പുള്ളതും അരുചികരവുമായ എന്തോ വായിൽ ഊറി വരുന്നുണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരുന്നതായി തോന്നി. I didn't need any sympathy speeches. He sighed loudly and went back to his big desk. എനിക്ക് ആരുടെയും അനുകമ്പ വചസ്സുകൾ ആവശ്യമില്ലായിരുന്നു. ഉച്ചത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ വലിയ മേശയ്ക്കരികിലേക്ക് മടങ്ങി. He watched me biting his lip. Okay, we will make an exception in your case. I'll tell the board you will get your jacket. നിർവികാരനായി നിശബ്ദനായി അദ്ദേഹം എന്നെ നോക്കി. ശരി,
നിന്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ ഒരു ഒഴിവ് തരാം. ഞാൻ ബോർഡിനോട് പറയാം, നിനക്ക് നിന്റെ ജാക്കറ്റ് കിട്ടും. I could hardly believe my ears. I spoke in a trembling rush. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. I could hardly believe my ears. I spoke in a trembling rush. ഞാൻ വികാരാവേശത്തോടെ പെട്ടെന്ന് പറഞ്ഞു, Oh, thank you, sir. Suddenly I felt great. ഓ നന്ദി സാർ. പെട്ടെന്ന് ഞാൻ വലിയ ആളായതുപോലെ തോന്നിച്ചു. I didn't know about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. അക്കാലത്ത് എനിക്ക് അഡ്രിനലിനെ കുറിച്ച് അറിയില്ലായിരുന്നു, പക്ഷേ എന്തോ ഒന്ന് എന്നിലൂടെ പ്രവഹിക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതെന്നെ ആകാശത്തോളം ഉയരമുള്ളവളാക്കുന്നതായി തോന്നി. I wanted to yell, jump, run the mile, do something. ആർത്തു വിളിക്കണമെന്നും തുള്ളിച്ചാടണമെന്നും മൈലുകളോളം ഓടണമെന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിച്ചു. I ran out. Also, I could cry in the hall where there was no one to see me. ഒന്ന് കരയാനായി ആരും കാണാനില്ലാത്ത ആ ഹാളിലേക്ക് ഞാൻ ഓടി. At the end of the day, Mr. Schmidt winked at me and said, I hear you are getting the scholarship jacket this year. അന്നേ ദിവസം വൈകുന്നേരം മിസ്റ്റർ ഷ്മിറ്റ് എൻ്റെ നേരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വർഷം നിനക്കാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതെന്ന് കേൾക്കുന്നല്ലോ. His face looked as happy and innocent as a baby's, but I knew better. അദ്ദേഹത്തിൻ്റെ മുഖം ഒരു കൊച്ചുകുട്ടിയുടേതെന്ന പോലെ സന്തോഷം നിറഞ്ഞതും നിഷ്കളങ്കവുമായി കാണപ്പെട്ടു. Without answering, I gave him a quick hug and ran to the bus. എന്നാൽ അതിലധികവും എനിക്കറിയാമായിരുന്നല്ലോ. ഉത്തരം പറയാതെ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് ബസ്സിനടുത്തേക്ക് ഓടി. I cried on the walk home again, but this time because I was so happy. വീട്ടിലേക്ക് വീണ്ടുമുള്ള ഈ മടക്കയാത്രയിലും ഞാൻ കരഞ്ഞു. പക്ഷേ ഇത്തവണ ഞാൻ അതീവ സന്തോഷവതിയായിരുന്നത് കൊണ്ടായിരുന്നു അത്. I couldn't wait to tell Grandpa and ran straight to the field. വാർത്ത മുത്തച്ഛനെ അറിയിക്കാൻ വൈകിക്കാനാകുമായിരുന്നില്ല. ഞാൻ നേരെ കൃഷിയിടത്തിലേക്ക് ഓടി. I joined him in the row where he was working, and without saying anything, I crouched down and started pulling up the weeds with my hands. മുത്തച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതേ വരിയിൽ ഞാനും ചേർന്നു. ഒന്നും മിണ്ടാതെ കുത്തിയിരുന്ന് കൈകൾ കൊണ്ട് കളകൾ പിഴുതെടുക്കാൻ ആരംഭിച്ചു. Grandpa worked alongside me for a few minutes and he didn't ask what had happened. കുറച്ചു നേരം മുത്തച്ഛൻ എന്നോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്തു സംഭവിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചില്ല. After I had a little pile of weeds between the rows, I stood up and faced him. കുറച്ച് കളകൾ പറിച്ചു വരികൾക്കിടയിൽ കൂട്ടിയതിന് ശേഷം ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ നേരിട്ടു. The principal said he is making an exception for me, Grandpa, and I am getting the jacket after all. എനിക്കൊരു ഒഴിവ് തരാൻ പോവുകയാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു മുത്തച്ഛ. എന്തായാലും എനിക്ക് ജാക്കറ്റ് കിട്ടും. That's after I told him what you said. മുത്തച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞതിന് ശേഷമായിരുന്നു ഇത്. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല. തോളിൽ ഒരു തലോടലും ഒരു പുഞ്ചിരി മാത്രമാണ് അദ്ദേഹം എനിക്ക് നൽകിയത്. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. തൻ്റെ പിൻവശത്തെ പോക്കറ്റിൽ നിന്നും അദ്ദേഹം സദാസമയം സൂക്ഷിക്കാറുള്ള ചുളുങ്ങിയ ചുവന്ന തൂവാലയെടുത്ത് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു നീക്കി. Better go see if your grandmother needs any help with supper. അത്താഴം തയ്യാറാക്കാൻ എന്തെങ്കിലും സഹായം വേണമോ എന്ന് നീ ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കൂ. I gave him a big grin. He didn't fool me.
ഞാനൊരു വിടർന്ന പുഞ്ചിരി അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം എന്നെ വിഡ്ഢിയാക്കിയില്ലല്ലോ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസിലിംഗ് സം സിലി ട്യൂൺ. ഞാൻ തുള്ളിച്ചാടി ഏതോ ഒരു ലളിതമായ ഈണം ചൂളമടിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് ഓടി. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസിലിംഗ് സം സിലി ട്യൂൺ. If you like this video class, do subscribe my channel for more video classes. We will meet again with another video class. Until then, bye.